ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പിന്നെ ഞായറാഴ്ചയല്ലേ, ഇന്നിപ്പോൾ എല്ലാവർക്കും ലീവാണ്, എല്ലാവരും ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നീർത്തിച്ച് എല്ലാ വീട്ടിലെ പണിയൊക്കെ എല്ലാം കഴിഞ്ഞതാ. അപ്പോൾ മേലിട്ട് വന്നിരിക്കുകയാണ്, ചെടികളൊക്കെ ഒന്ന് നോക്കാം. അതിന് മുന്നേ രാവിലെ വന്നിട്ട് ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു, അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ശരി, എൻ്റെ ചെടികളൊക്കെ ഒന്ന് കാണാം നിങ്ങൾക്ക്. എല്ലാവർക്കൊക്കെ രാവിലെ വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കിട്ടും. രാവിലെ തന്നെ നല്ല വെയിലാണ്, ഒന്നും രക്ഷയില്ല. അപ്പം നേരെ ഇപ്പം എത്ര ഒരു 9:30-10 മണിയായിട്ടുള്ളൂ, നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ ഇവരൊക്കെ വേറെ അധികം വെയിലടിക്കാത്തൊരു ഭാഗത്തേക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരു പ്രാവശ്യം എൻ്റെ ഒരു നിറയുണ്ടായിരുന്നാണ് കേട്ടോ, ഇത് പോയി പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് എന്താണെന്നറിയില്ല. ഇപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ വെയിൽ കൊണ്ടിട്ട് കരിഞ്ഞു പോയി. നമ്മളുടെ നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ചെറുതായി തൂമ്പിട്ട് വരുന്നുണ്ട്. ഈ റോസിനൊക്കെ മാറ്റി വെച്ചു. ഈ റോസിൻ്റെയൊക്കെ ഇതൊക്കെ ഇവിടെയൊക്കെ കരിയുക. അവിടെ കൂടെ ചീരയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ മുല്ലച്ചെടി കണ്ടില്ലേ, ഇതിൻ്റെ മുല്ലപ്പൂവിനെ നിൽക്കണത് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്നുണ്ട്. പിന്നെ ഞാൻ നിറയെ പൂവുണ്ടാവുന്നുണ്ട് ഇതിലിട്ടോ. ഈ മുല്ലച്ചെടിയിൽ നിറയെ പൂവുണ്ടാവും, നിറയെ മുട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയണ്ടല്ലേ. ഇപ്പോൾ ഒരു പ്രാവശ്യം നിറയെ മുട്ട് വന്നിട്ടൊക്കെ വിരിഞ്ഞിട്ടൊക്കെ ഇതായതാണ്. ഇപ്പോൾ തിരിച്ച് വന്ന് നിറയെ മുട്ട് വരുന്നുണ്ട്. ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വളം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും കേട്ടോ. നമ്മളെ വീട്ടിൽ കഞ്ഞിയുടെ വെള്ളം, നമ്മൾ പച്ചക്കറി ഇതൊക്കെ കൊടുന്നിട്ട് ഞാനൊരു ബക്കറ്റിൽ ഇവിടെ കൊടുന്ന് ഇട്ട് വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അത് വേറെ കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. കത്തിരിക്കാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ, ഒഴിച്ച് കൊടുക്കുന്നതൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് പുതിയ വിത്തുകൾ കിട്ടിയപ്പെട്ടു. അതിൽ ചീരയുടെ വിത്തൊക്കെ ഉണ്ടുകൊണ്ടാണ്. ഒക്കെ വഴുതനങ്ങയുടെ ചെടികളാണ് കേട്ടോ, മുളച്ച് വന്നിട്ടുണ്ട്. ഒക്കെ മാറ്റി നടണം. ഇപ്പോൾ ഞാൻ കുറച്ച് മുട്ടത്തോട് കണ്ടില്ലേ, മുട്ടത്തോട് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ മുട്ടത്തോട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ കണ്ടില്ലേ, പാത്തെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, ഉണങ്ങിയത്. ഇതൊക്കെ ഉണക്കിയെടുത്തതാണ് കേട്ടോ. ഇതൊക്കെ പാടെ പൊടിച്ചിട്ട് ഞാൻ ഈ ചെടികൾക്കും കൊടുക്കും. ചെടികളുടെ അടിയിലിടും മിക്സിയിൽ. ചായപ്പൊടി ചണ്ടി ഉണ്ടല്ലോ, അത് ഉണക്കിയിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ചെടികൾക്ക് ഇട്ട് കൊടുക്കും. അതിന് വേണ്ടി അത് ഉണക്കണം കേട്ടോ. ഇത് വേറൊരു കത്തിരിക്ക ചെടിയാണ്, വഴുതനങ്ങയുടെ ചെടി. കത്തിരിക്ക എന്ന് പറയുന്നത് വഴുതനങ്ങയാണ് കേട്ടോ, വഴുതനങ്ങയുടെ ചെടിയാണ്. ഇതിലുണ്ട് നിറയെ വഴുതനങ്ങ വന്നിട്ടുണ്ട്. കാണാണ്ടോ നിങ്ങൾക്കെന്നറിയില്ല, ഉണ്ടല്ലേ. വീഡിയോ നേരെ പിടിക്കാൻ പറ്റുന്നില്ല എനിക്ക്, നല്ല വെയിലും ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുന്ന ചീനമുളകാണ് കേട്ടോ. ഇതൊരു ചെടിയാണ് കണ്ടില്ലേ. ഇതിൻ്റെ ഇപ്പോഴാണ് ഒരു പൂവ് മുട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മളവിടുത്തെ മെയ് മാസപ്പുലരിമാരി ഒരു ചെടിയാണ് തോന്നുന്നുണ്ട്. ഇതും ഇതേപോലെ ഞാൻ കുറച്ച് വിത്തിട്ടിരിക്കുകയാണ്. വെണ്ടയ്ക്കയുടെ വിത്താണ് കണ്ടില്ലേ, വെണ്ടയ്ക്ക ചെടി വന്നിട്ടുണ്ടല്ലോ. ഇത് മാറ്റി നടണം ഇതൊക്കെ. ഇതിൽ കുറച്ച് നാട്ടിൽ നിന്ന് കുറച്ച് ചീനമുളകിൻ്റെ വിത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ പച്ചക്കറി ഞാൻ എങ്ങനെയാണ് ചെടികൾക്ക് ഇതുണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞു വെച്ച്. അതായത് കഞ്ഞിര വെള്ളം, പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇതേപോലെ കൊണ്ടുവന്നിട്ട് പാത്രത്തിൽ നിറച്ച് ഈ ബക്കറ്റിൽ നിറച്ച് വയ്ക്കും. ആവശ്യമുള്ളപ്പോൾ 100 ബക്കറ്റ് മാത്രം എടുത്തിട്ട് ബാക്കി നമ്മൾ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് ഞാൻ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിയുള്ള ചെടികളൊക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നല്ലോ അല്ലേ. താമരയിൽ നിറയെ ഒരു പൂ വന്നത് ഞാൻ കാണിച്ചില്ല. ആദ്യമായിട്ടൊരു പൂ വന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ആമ്പലൊന്നും വന്നിട്ടില്ല കേട്ടോ. അത് കണ്ടില്ലേ, ആ വെള്ളമാണത് കണ്ടില്ലേ. അതിന് ഒരു ബക്കറ്റ് വെള്ളം, ഈ ബക്കറ്റിൽ ഒരു ബക്കറ്റ് ആ വെള്ളം, അതായത് മിക്സ്, അതായത് നമ്മളെ കഞ്ഞിരവെള്ളവും വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ പാട്ട് നിറപ്പിച്ച വെള്ളം. ഇത് ഞാനന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു. ഇത്ര ചെറിയ ചെടിയായിരുന്നു എന്ന് പറയും. അപ്പോൾ നോക്കി നിങ്ങൾ എത്ര വലുതായിട്ടുണ്ട് ഈ ചെടി നോക്കുന്നത്. നിങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. നിറയെ വഴുതനങ്ങ ഉണ്ടാവുന്നുണ്ട്, പൂവൊക്കെ നിറയെ ഉണ്ടല്ലേ. ഫോണ് വെയിലിൽ വെച്ച് പിടിക്കുമ്പോൾ ഓവർ ഹീറ്റ് ആവുന്ന കൊണ്ട് അതിൻ്റെ കവർ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. നമുക്ക് നല്ല ചെടിയൊക്കെ കണ്ടില്ലേ. ഇത് നമ്മളൊരു കത്തിരി വഴുതനങ്ങയുടെ ചെടിയാണ്. ഇത് തക്കാളി കണ്ടില്ല, തക്കാളി ചെറിയ തക്കാളിയായിട്ട് വരുന്നുണ്ട്. ഇതിനും ഞാൻ ഇതൊക്കെ ഞാൻ ആ വളമാണ് ഉപയോഗിക്കണത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു മിക്സാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, വഴുതനങ്ങ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. കാണാണ്ടോ നിങ്ങൾക്ക് അറിയില്ല, കാണാണ്ടോന്ന് അറിയില്ല. ഇതാ കണ്ടില്ലേ, ഇതൊരു വഴുതനങ്ങയാണ്, പച്ച കളർ വഴുതനങ്ങ കണ്ടില്ലേ. വഴുതനങ്ങ നിറയെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഇപ്പം ഉണ്ടാവുന്നുണ്ടല്ലേ. ഇവിടെ കാണാണ്ടോ നിങ്ങൾക്ക്. ഇത് വീഡിയോ കുറച്ച് ഷെയ്ക്കായിട്ടൊക്കെ ഉണ്ടാവുമെന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മളെ വീഡിയോ പിടിച്ച് നമ്മളെ ചെയ്യുമ്പോൾ കുറച്ച് കഷ്ടമാണ്. പിന്നെ ഫോണിലുള്ള വീഡിയോ അല്ലേ, ഫോൺ പിടിച്ചിട്ടുള്ള വീഡിയോ ആണ്, അല്ലാതെ വേറെ
ക്യാമറ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ വെച്ച് നമ്മളെ കാണിക്കുകയാണ്. ഇതൊക്കെ ഫസ്റ്റ് പൂവില്ലാതിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ പൂ ഉണ്ടാവൽ തുടങ്ങിയിട്ടുണ്ടല്ലേ, നിറയെ പൂ വന്നിട്ടുണ്ടല്ലേ കടലിലേക്ക്. ഇത് നമ്മളെ എന്നത്തെയും നമ്മളെ 10 മണി നിറയെ പൂ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. ഇതുപോലെ നമ്മളെ നാട്ടിൽ ചെമ്പരത്തിയാണ്, നാട്ടു ചെമ്പരത്തി നിറയെ മുട്ടുണ്ട് കിട്ടുമോ. ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്ന ശേഷം തുടങ്ങിയിട്ടാണ് നിറയെ മുട്ട് വരൽ തുടങ്ങിയത് കടല്. നിറയെ മുട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, നമ്മുടെ അടുത്ത് നിന്ന് കൊണ്ടുവന്നാണ് ഈ ചെമ്പരത്തി. ഇവനെ നിങ്ങൾക്കറിയില്ലേ, അതാ ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ 4 അതിഥികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിരുന്നു. അതിലൊരുത്തനാണ് ഇത് കേട്ടോ. ഇവൻ ഭയങ്കര ആളാണ്. ഇവൻ എന്താ വെച്ചെങ്കിൽ എല്ലാവരും കൊത്തൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഇവനെ ഞാൻ പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഭയങ്കര സാധനമാണ് ഇവൻ. ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. കാണിച്ചു തരാം ഞാനിപ്പോൾ. ഒരാൾ നിൽക്കുന്നു, ക്ലിയർ ആയിട്ട് കാണുമെന്നറിയില്ല നിങ്ങൾക്ക്. ഇവരൊക്കെ പക്ഷേ രണ്ട് പെട്ടി ഒരു ചേവൽ, ഉള്ളിലൊരു ചേവലുണ്ട് കണ്ടില്ലേ. അവൻ വലിയ പ്രശ്നക്കാരനല്ല. പെട്ടക്കോഴികൾ 2 പേരുണ്ട്, 2 പെട്ടയാണ് കണ്ടില്ലേ. രണ്ട് പെട്ടക്കോഴികളുണ്ട്. അവർ 2 പേരും മുട്ടറൽ തുടങ്ങി ഇങ്ങോട്ട്, മുട്ടയൊക്കെ തുടങ്ങി. മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ എനിക്ക് 2 ആൾക്കും മുട്ടടൽ തുടങ്ങിയിട്ടുണ്ട്. ഇതില്ലാതെ ഞങ്ങൾക്ക് വേറെ ഒക്കെ കാണിച്ചാൽ കുറച്ച് പുതിയ അതിഥികളെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കാണുമെന്നറിയില്ല. ഇതാ കണ്ടില്ലേ നിങ്ങൾ, ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഒരു 4 പേരുണ്ട്. 4 6 പേര് 5 പേരോ 1 2 3 4 5 6 പേര്. എനിക്കേ അറിയണില്ല, 6 പേര്. അതിൽ 3 പേര് കരിങ്കോഴിയുടെ കുട്ടികളാണ് തന്നതാണ്. ബാക്കി ഇതാ ഈ വെള്ളപ്പുള്ളി കണ്ടില്ലേ, ഇത് ചേവലാണ് തോന്നുന്നുണ്ട്. ബാക്കിയുള്ളൊക്കെ പെട്ടയാണെന്ന് തോന്നുന്നുണ്ടല്ലേ. ഇത് ഗിരിരാജനാണെന്നാണ് പറഞ്ഞു തന്നത്. ഈ 2 കളറ് ബ്രൗൺ കളറ്. ഇത് ബാക്കി 3 കരിങ്കോഴിയുടെ കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നത്. ഇതൊക്കെ വലുതായാൽ അറിയാം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ. ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വ്യാഴാഴ്ച ഇലക്ഷനാണ്. ഞങ്ങൾ പറയാൻ കാരണം ഇവിടെ കോയമ്പത്തൂരാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ എൻ്റെ പുതിയ വീഡിയോ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റാറില്ല, അതുകൊണ്ട് ഒരു ദിവസം ഫുള്ളായിട്ട് ഇവിടെ ലോങ് വീഡിയോ ആയിട്ട് എടുക്കണത്. അപ്പോൾ നിർത്തുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു.